അതെ, എനിക്ക് നല്ല പരിചയമുള്ള കുട്ടിയാ. അല്ല, മോളെന്താ വന്നത്? അത് ശരിക്കും ഞാൻ ഇങ്ങോട്ട് വന്നതല്ല. ഇവിടെ അന്നപൂർണ കോളേജിന്റെ ഉടമസ്ഥ പാർവതിയമ്മ അറിയാമോ? ഞാൻ അവരുടെ വീട് തിരക്കിയാ വന്നത്. ആളെ അറിയാം. എന്താ കാര്യം? എനിക്കും കൂട്ടുകാരിക്കും അവരുടെ കോളേജിൽ സീറ്റ് വേണമായിരുന്നു. MLA പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പ്രിൻസിപ്പൾ സമ്മതിക്കുന്നില്ല. കോളേജ് ഓണർ ഉണ്ടല്ലോ പാർവതിയമ്മ, നല്ല സ്ത്രീയാണെന്നാ പറഞ്ഞേ. വീട് എവിടെന്നറിയോ? അറിയാം, എന്നാലും അവരെ ബുദ്ധിമുട്ടിക്കണ്ട. നിങ്ങളുടെ പ്രിൻസിപ്പലിനോട് ഞാൻ വന്ന് പറയാം. പ്രിൻസിപ്പലിനെ അറിയോ? മോൾ എനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് തിരിച്ചൊന്ന് ചെയ്യാൻ എനിക്കും ഒരു അവസരമാകുമല്ലോ. ഞാൻ വരാം മോളെ. എന്നിട്ടും സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് ആ ഓണറെ കാണാം. എന്താ? മതി, എന്തായാലും സീറ്റ് കിട്ടണം. മോള് വാ. ആ ശ്രുതിയില്ലേ, ആകെ ചമ്മിപ്പോയി. എടി എടി, അത് നിങ്ങളുടെ വണ്ടിയല്ലേ? അതെ, അച്ഛമ്മയുടെ വണ്ടിയാ. പാർവതി അമ്മ അങ്ങനെ ക്യാമ്പസിൽ വരാറില്ലല്ലോ. വാ നോക്കാം. പോകാം. അച്ഛമ്മേ, ഇവളെന്താ അച്ഛമ്മയുടെ കൂടെ? എനിക്ക് പ്രിൻസിപ്പാളിനെ ഒന്ന് കാണണം. എന്തിന്? അതെന്താ ഒരു ചോദ്യം ചെയ്യല്? അല്ലച്ചമ്മേ, ഇവള് ആദ്യം ഞാൻ പ്രിൻസിപ്പാളിനെ ഒന്ന് കാണട്ടെ. അല്ല, നിനക്കിന്ന് ക്ലാസ് ഇല്ലേ? ഉണ്ട്, പക്ഷേ ക്ലാസ് ഉണ്ടെങ്കിൽ പിന്നെ നിന്നെ ക്ലാസ്സിലല്ലേ കാണേണ്ടത്? ഞാനിപ്പോ പോവാ. ഇനിയിപ്പോ വേണ്ട, ഞാൻ തിരിച്ചു വരുന്നിടം വരെ ഇവിടെ ഉണ്ടാകണം കേട്ടോ. അത് അച്ഛമ്മ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ റെഫർ ചെയ്യാൻ വേണ്ടി. മതി മതി മതി, ബാക്കി ഞാൻ വന്നിട്ട്. മോള് വാ. വാ. രംഭ, എന്താ ഇത്? മനസ്സിലായില്ലേ? അവള് പാർവതിയമ്മയെ ചെന്ന് കണ്ട് കരഞ്ഞു കാല് പിടിച്ചു. അവൾക്ക് സീറ്റ് കൊടുക്കാനായിരിക്കോ? അവൾക്ക് സീറ്റ് കൊടുക്കാനായിരിക്കോ? ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിൽ അദ്ദേഹം മറന്നുപോയിട്ടുണ്ടാവാം. നാളെ ഒരിക്കൽ അദ്ദേഹം നമ്മളോട് അത് ചോദിക്കാൻ ഇടവന്നാൽ? ഇതൊക്കെ ഞാനും പരിഗണിച്ചതാ മാഡം. പക്ഷെ കൊട്ടാരമുറ്റത്ത് നിന്ന് തന്നെ. അവിടുന്ന് ആരാ? മേനക മാഡം. ഒരു കാരണവശാലും സീറ്റ് അനുവദിക്കരുതെന്ന് നിർബന്ധമായിട്ടും പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? അത് മാഡം, നോക്കൂ, കോളേജിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഭരണപരമായ കാര്യങ്ങളിലല്ലാതെ ഞാൻ പോലും ഇടപെടാറില്ല. അപ്പൊ അത്തരം ഇടപെടലുകൾ ഒരിടത്തുനിന്നുണ്ടായാൽ എന്നെ അറിയിക്കണ്ടേ? സോറി മാഡം, അതും വിലക്കിയിരുന്നു. ശരി. എക്സ്ക്യൂസ് മീ മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ആ, ടീച്ചറെ ഞാനൊന്ന് വിളിപ്പിക്കാനിരിക്കുകയായിരുന്നു. എന്താ മാഡം? എങ്ങനെയുണ്ട് ഇവർ രണ്ടുപേരും? അഡ്മിഷൻ കൊടുത്താൽ നമ്മുടെ കോളേജിന് അഭിമാനിക്കാനുള്ള വക ഉണ്ടാവോ? തീർച്ചയായും മാഡം. സ്കൂൾ തലത്തിൽ ഇവര് വളരെ മികവുള്ളവരാ. നമ്മുടെ കബഡി ടീമിന് ഇവര് നല്ല അസറ്റ് ആയിരിക്കും. ഞാൻ ഇവരുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കണ്ടിരുന്നു. കബഡി ടീമിലുണ്ടെങ്കിൽ നമുക്ക് വേൾഡ് കപ്പ് വരെ കിട്ടും മാഡം. അപ്പൊ ഇയാളോ? ഞാനും നന്നായി കളിക്കും. അത് മതി. അപ്പൊ നമുക്ക് ഇവരെ ഇവിടെ ചേർക്കാം അല്ലേ? ഇനിയിപ്പോ ഞാൻ തന്നെയാണ് ഇവരെ ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്. അഡ്മിഷൻ മാത്രമല്ല, ഇന്ന് തന്നെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഇവർക്ക് കിട്ടണം. ഷുവർ മാഡം. സന്തോഷമായല്ലോ. ഇനി എന്തെങ്കിലും ഞാൻ ചെയ്യാനുണ്ടോ? ഒന്നും വേണ്ട. സ്വപ്നങ്ങളൊക്കെ ഒന്നിച്ച് നടന്ന സന്തോഷത്തിലാ ഞങ്ങള്. അതന്നെയാ സത്യം. സന്തോഷം കൊണ്ട് എന്ത് ചെയ്യേണ്ടെന്ന് അറിയാണ്ട് നിക്ക. സന്തോഷം കളയണ്ട, നന്നായി പഠിച്ചാ മതി. അപ്പോ അങ്ങനെ ആവട്ടെ, നിങ്ങൾ ഇറങ്ങിക്കോ. താങ്ക്സ്.
ഐ ആം റിയലി സോറി മാഡം. ഹേയ്, അതെന്തിനാ? താങ്കൾ ചെയ്തതിന് വ്യക്തമായ കാരണങ്ങളുണ്ടല്ലോ. കോളേജ് കാര്യങ്ങളിൽ കൊട്ടാരമുറ്റത്ത് നിന്നെ മറ്റാരും ഇടപെടാതെ ഞാൻ നോക്കിക്കോളാം. ശരി മാഡം. ചെന്നപ്പോ കണ്ടത് ഈ മാഡത്തിന്, വീടാണെങ്കിൽ രംഭയുടെയും. എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി. എന്തായാലും ഇപ്പൊ എല്ലാം മാറിയല്ലോ. ഇനി നിങ്ങള് കൊട്ടാരമുറ്റം പാർവതി അമ്മയുടെ കുട്ടികളാ. അതിന്റെ ഗൗരവം ആവാം. അയ്യോ, അതൊന്നും വേണ്ട മാഡം. കുറച്ച് കവടി. ദൈവമേ, എന്തായാലും ഒന്ന് അമ്പലത്തിൽ വെച്ച് അവരെ തലകറക്കി വീട്ടിൽ നന്നായി. അല്ലടി, അവള് ഫ്രണ്ട്സ് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് വെറുതെ പോയി അഹങ്കരിച്ചാലോ? ഒന്നും മിണ്ടാതിരുന്നേ. അമ്മയുടെയും അപ്പൂപ്പന്റെയും ഒക്കെ പ്രാർത്ഥന നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാ ഈ ഭാഗ്യം നമ്മളെ തേടി വന്നു. എന്താ ചിന്ത? അവിടെ ഇരിക്കുന്നായിരുന്നുണ്ടോ? നോക്ക്. എടി അവള്. നമ്മുടെ ക്ലാസ്സിൽ ഫാൻസി ഡ്രസ് വല്ലതും നടക്കുന്നുണ്ടോടി? എന്തോ ചില ഓൾഡ് സ്റ്റൈൽ ആൾക്കാരൊക്കെ വന്ന് കയറിയിട്ടുണ്ടല്ലോ. നീ കേട്ടിട്ടില്ലേ? പ്രളയകാലത്ത് ചില വിചിത്ര വസ്തുക്കളൊക്കെ ഒഴുകി വന്നു. ആ കൂട്ടത്തിൽ പെട്ടതാവും. നിന്റെ കോട്ട് എവിടെ? സഞ്ജന, ദേ വരുന്നു. ഇവൻ പോകുന്നത് വലിയ വലിയ മീറ്റിങ്ങുകൾക്ക്. പ്രോപ്പറായിട്ട് ഡ്രസ് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എല്ലാം കൃത്യമായിട്ട് എടുത്തു വെച്ചാൽ എന്താ? അതോ അതിനുണ്ടോ ന്യായം? സ്വന്തം കുടുംബത്തിൽ അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അവിടുത്തെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ആള് നീയാണല്ലോ. അപ്പൊ പിന്നെ ബാക്കി ഊഹിക്കാം. വരുൺ, നീ എത്തിയിട്ട് വിളിക്കൂ. നീ പറഞ്ഞത് വെച്ച് നമുക്ക് ലാഭമുണ്ട്. പക്ഷെ അതിനു വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ താഴ്ന്നു നിൽക്കണ്ട, കേട്ടല്ലോ? ശരി മാം. വരുൺ, കോട്ട് ഞാൻ അവിടെ എടുത്തു വെച്ചിരുന്നതല്ലേ? വരുൺ മറന്നിറങ്ങിയതല്ലേ? അതിന് മമ്മി എന്നെ വഴക്ക് പറഞ്ഞപ്പോ അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറയായിരുന്നില്ലേ? എന്തിന്? മമ്മി അങ്ങനെ ചോദിച്ചതുകൊണ്ട് തനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായോ? നത്തിങ്. സോ ലീവ് ഇറ്റ്. ഒന്നുമില്ല വരുൺ. മമ്മി എന്നെ പറഞ്ഞാലും ഒന്നുമില്ല, എന്റെ കുടുംബത്തിനെ പറഞ്ഞാലും ഒന്നുമില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു പ്രൊട്ടക്ഷൻ ആരും പ്രതീക്ഷിക്കും വരും. നീ ടി വിയിൽ ഏതെങ്കിലും ചർച്ചകൾ കാണാറുണ്ടോ? ഞാനെപ്പോഴാ ടിവിയുടെ മുന്നേ ഇരിക്കുന്നേ? അല്ല, നിന്റെ ചോദ്യത്തില് ഒരു ചർച്ചയുടെ ഒക്കെ താളം. ഭർത്താവിന്റെ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞ് അതിനും കളിയാക്കി. ശരിയാ, നമ്മുടെ വീട്ടിൽ അത്തരം വാക്കുകളില്ല. പകരം മമ്മി എന്ത് ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു, മമ്മി എങ്ങനെ സന്തോഷിപ്പിക്കാം, അതൊക്കെയല്ലേ ഉള്ളൂ. യെസ്, അങ്ങനെയാണ്. ബിക്കോസ് മമ്മിയുടെ ഉപദേശങ്ങൾ, എന്നെക്കുറിച്ചുള്ള പ്ലാനിങ്സ് ഒന്നും വെറുതെ ആയിട്ടില്ല. സോ ഐ റെസ്പെക്ട് ഹർ. ബിസിനസ്സിൽ എനിക്ക് വേണ്ട അന്തരീക്ഷം ഒരുക്കി തന്നതും എന്നെ ഈ പൊസിഷനിൽ എത്തിച്ചതും മമ്മിയാണ്. മതി, വരുൺ പൊയ്ക്കോളൂ. ഞാനെപ്പോഴും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിക്കും. ഒരു കാര്യമില്ലാത്തടുത്ത് ചില പരാതികൾ പറഞ്ഞു പോവും. സോറി. നേരിട്ട് പ്രദർശിപ്പിച്ചിട്ടില്ലെങ്കിലും ഋഷിയുടെ മനസ്സിൽ അതുണ്ട്. അതെനിക്ക് ഉറപ്പാ. അതിനിടയില് എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കാൻ വേറൊരുത്തി. പൊറുക്കില്ല ഞാൻ.